ഇത് ആരായി ചേച്ചിയോ തിളങ്ങുവാണല്ലോ. കമ്പനി മിഷ്യു ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. എംജയങ്ങള് ഇത് ഈ തലയിലൊക്കെ തിളക്കം കാണുന്നുണ്ടോ? തിളക്കം കാണുന്നുണ്ട്. പൊട്ടുപോലെ സാധനം ഒട്ടിച്ചിരിക്കും, അറിയാവോ? അയ്യോ, ഇവിടെയൊക്കെ അതാണോ ഈ തിളങ്ങുന്നേ? അതെ, പോരാത്തതിന് ഇവിടെയുണ്ട്. ഇവിടെ അതെ. ഉണ്ണിയങ്കളുടെ കണ്ടോ? ഒരു ദിവസം കണ്ടല്ലോ പേര് പാട്ട് പാടിയപ്പം കണ്ടായിരുന്നില്ലേന്ന് പറഞ്ഞതാ. എന്നോടാ ചോദിച്ചത്. സുഖാണോ കമ്പനിക്ക്? ഇന്ന് എന്താ വിശേഷം? ഇന്ന് ഫസ്റ്റ് എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ കുറച്ചെല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. ബർത്ത്ഡേ ആണോ? അല്ല, കഴിഞ്ഞു പോയി. അപ്പൊ ലഡു കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് തരാൻ. ഓർഡർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തരാൻ. എവിടെ ലഡു? മമ്മിന്റെ കയ്യിലുണ്ട്. ഉണ്ട്. നമ്മള് ഹാപ്പി ബർത്ത്ഡേ പാടണ്ടേ അപ്പൊ? അതൊന്നും കുഴപ്പമില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ കൺമണി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒന്ന് കറങ്ങിക്കോണേ പ്രിൻസസ്. നവനീതോട്ടൻ എന്താ പറയുന്നു? ഇന്ന് വന്നിട്ടില്ല. സംസാരിക്കാൻ വന്നില്ലേ? നവനീരക്ക് പനി, അതിനെ കൊണ്ടാ വരാത്തെ. പോരാത്തതിന് കല്യാണത്തിന് ശേഷം അവനങ്ങനെ അധികം മറ്റുള്ള ആൾക്കാരോട് മിണ്ടാറില്ല. അതെ, അവന് സ്വന്തം ഒരു തോന്നലുണ്ട് എന്റെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇനി ഭയങ്കര മെച്ചോടൊരു ബോയ് ആയിരുന്നു. ശരിക്കും കഴിഞ്ഞില്ലേ? ശരിക്കല്ല, വെറുതെ പറയാ. വെറുതെ ആണോ? പക്ഷെ ഇവിടെ വെച്ച് മാലയൊക്കെ ഇട്ടു, മറ്റേ മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ചുമ്മാ ആക്കിയതാ അവര്. ചുമ്മാ ഒന്നുമല്ല, ഒറിജിനൽ ആയിരുന്നു. പാട്ടിന് വേണ്ടിട്ട് അങ്ങനെ ആക്കി. ഞങ്ങളൊക്കെ സദ്യ കഴിച്ചല്ലോ. പായസം ഇല്ല, പായസം എത്ര മിനുട്ടി നമ്മൾ എത്ര പായസം കഴിച്ചു? ഞാൻ പാലട, പിന്നെ 3 കൂട്ടം ഉണ്ടായിരുന്നു. പരിപ്പ് പ്രഥമൻ, ചക്കപ്രഥമൻ, അതൊക്കെ കഴിച്ചു. ഗോതമ്പ് പായസം ഇല്ലേ? ഗോതമ്പ് പായസം, ബോളി, വിത്ത് ബോളി, പാലടയും ബോളി, ഇത്രയും കഴിച്ചു. അശു, അപ്പൊ കമ്മണിക്ക് തന്നില്ലേ സദ്യ ഒന്നും? എനിക്കതൊന്നും ഇഷ്ടമല്ല, ഞാൻ ഛർദ്ദിക്കും. എനിക്കതൊന്നും ഇഷ്ടമല്ല, ഞാൻ ഛർദ്ദിക്കും. അപ്പൊ കല്യാണം വിളിച്ചായിരുന്നോ നവനീത്? ഇല്ല. നവനീതോട്ടൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണേ? വാ ചോദിക്കാം, ഇനി വരുമ്പോ ചോദിക്കാം. നമുക്ക് ചോദിക്കാം. കമ്മണി, ഇന്ന് പാട്ട് പാടണ്ടേ? ഏത് പാട്ടാ? മാറ്റുകുട്ടീന്റെ പാട്ട് പാടിയില്ലേ? അതിന്റെ വേറെ പാട്ടാ. പിണക്കമ്മന്റെ വേറൊരു പാട്ടാണ് ഈ പാടാൻ പോകുന്നത്. വേറൊരു പാട്ടാ? വേറെ പാട്ടാ പാടാൻ പോകുന്നത്. പറഞ്ഞുതരാ, വെറുതെ അഞ്ചങ്ങൾ എന്നോട് കൊഞ്ചുന്ന. ഏത് പാട്ടാ? എന്റെ പാട്ട് അമ്മായി വരേന്ന് പറഞ്ഞപ്പോൾ പൈപ്പിനും കുഴലിൽ വെള്ളമില്ലാതെ. എല്ലാം മനസ്സിലായി. അതാണ് മെച്ചോട്, അതാണ് പാട്ട്. അതെ, വരികളൊക്കെ മനസ്സിലായി. ഓക്കെ, ഇത് എഴുതിയതാരാ? ലിറിക്സ് പൂവച്ചൽ ഗാദർ. സംഗീതം സംഗീതം ശ്യാം. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ശ്യാമങ്ങളുടെ ഒരു പാട്ടുണ്ട്, മധുവങ്കള് റേയാനും കൂടി ഒരു. അത് നമ്മുടെ ശ്യാം ചേട്ടൻ അല്ല, മ്യൂസിക് ആരാ അറിയോ? അതിന്റെ നമ്മുടെ ശ്യാം ചേട്ടനത്. എനിക്കറിയാം, പക്ഷേ കൺഫ്യൂഷൻ ആയി. ശ്യാമല്ല, ഇത് ശ്യാമങ്ങളാ. ഇത് വേറെ ശ്യാമങ്ങള്. അപ്പൊ ഏത് വർഷമാണ്? ചോദിക്കുന്നു 1985. മുഹൂർത്തം 90. സിനിമ മുഹൂർത്തം. അപ്പൊ ഇന്ന് കമ്മണിക്കുട്ടിയുടെ പാട്ട് കേൾക്കാം നമുക്ക്. അന്ന് വന്നില്ലായിരുന്നല്ലോ. ഓക്കെ, പക്ഷെ ഒരു കാര്യം പറയട്ടെ മീനൂട്ടി, ഞാൻ ശരിക്കും ആരാ അറിയോ? ആരായിരുന്നു? കൺമണിയായിരുന്നു. കമ്മണി ആരായിരുന്നു? കൺമണി തന്നെയായിരുന്നു. അപ്പൊ അമ്മായി അല്ലേ ഇതിലെ? അയ്യോ, അമ്മായി ആരാ? അപ്പൊ
പാട്ടത്തിലിടല്ലേ ഇതൊക്കെ അമ്മായിയാണ് മീനുട്ടി. പാട്ടില് അതിവിടെ ഇരിക്കുന്ന ആരാ? ഇവിടെ ഉള്ള ആരെങ്കിലും പറ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇത് അമ്മായി മുമ്പ് നിൽക്കുന്നു. അവർ രണ്ടുപേരും ആക്കാൻ വേണമെങ്കിൽ അമ്മായി. ഉണ്ണിയങ്കളിനൊക്കെ അമ്മായി ആവാ സുഖമായിട്ട്. എനിക്ക് അമ്മായിയൊന്നുമില്ല. എനിക്ക് അമ്മയൊന്നും ഇല്ല. അതായത് അമ്മായി ഇല്ല. ആര് ചേച്ചി ഒന്ന് ട്രൈ ചെയ്യുന്നോ? വേണ്ട, താല്പര്യമില്ല. പക്ഷെ എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു അമ്മായി ഉണ്ട്. ഒരു ഗ്രാൻഡ് മാത്രമേ ഉള്ളൂ. ഇപ്പുറത്തെ ഒരു സൈഡിൽ ആ കടന്റെ അപ്പുറത്തെ ഈ കമ്മണിയുടെ വീടിന്റെ ഇപ്പുറത്തുള്ള അമ്മായിക്ക് വേണ്ടിയാ നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ Yes, പോകുന്നത്. Okay? yes, കേൾക്കാം നമുക്ക്. Ready? All the best. All the best. അയ്യയ്യോ അമ്മായി വിരുന്ന് വന്നപ്പോൾ
മീനൂടാ എന്തോ അമ്മ ഈ വായിൽ നോക്കി എന്തൊക്കെ നോക്കി അങ്ങനെയായിരുന്നോ? അങ്ങനെ എന്തോ ഒരു ലിറിക്സ് എന്താ ഉണ്ടല്ലോ. സംഭവിച്ചേ അവിടെ? അമ്മായി എന്താന്ന് നോക്കുമ്പോ അതെനിക്ക് ഓർമ്മയില്ല. അത് ഓർമ്മയില്ല കഥ. കഥയായിരുന്നു അത്, പക്ഷെ ഓർമ്മയില്ല. എന്താന്ന് നോക്കുമ്പോ അറിയുന്നു സമരം 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 എന്നൊക്കെ വാക്കുണ്ടായിരുന്നു. ഓ അങ്ങനെ സമരം എന്നൊക്കെ പറയുന്നു. അതും പക്ഷെ എനിക്കറിയാം. അതൊന്ന് പാടിക്കേ. അയ്യോ അമ്മായി വിരൽ വന്നപ്പോൾ പൈപ്പെണ്ണക്കുഴലിൽ വെള്ളമില്ലാതെ പൈപ്പ് എന്ന കുഴലിൽ വെള്ളമില്ലാതായി. അടുത്തത് അമ്മായി അമ്മയ്ക്ക് കോപമണല്ലോ. എന്താ നോക്കുമ്പോൾ അറിയുന്നു സമരം. സമ്മര എന്താ നോക്കുമ്പോഴോ അറിയുന്നു സമരം. അല്ല അതാണ് സമ്മര. സമര. അതെന്താണ് സമ്മര? അങ്ങനെ ഉണ്ടോ? അതെങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് പാടുന്നത്. അതെ ഭയങ്കര ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, എന്തോ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ കറണ്ട് ഇല്ലല്ലോ. കരണ്ടും ഇല്ലല്ലോ. അല്ലെങ്കിലും കറണ്ട് ഇല്ലല്ലോ. ആകാശവാണിയിൽ വാർത്ത വന്നു കറണ്ട് ഇല്ല 2 ദിവസത്തേക്ക്. 4-5 ദിവസത്തേക്ക് കറണ്ട് കറണ്ട് ഇല്ല. പിന്നെ ഒരു ചിരിയൊക്കെ ഉണ്ടായിരുന്നു അവസാനം. പിന്നെ ഏറ്റവും അവസാനം തട്ടിത്തടഞ്ഞ ഒടുവിൽ കാലുമൊടിഞ്ഞു. അതൊക്കെ വേറെ പറയാ. പക്ഷെ ഭയങ്കര ഫീലായിരുന്നു അവിടെ. ഒരു സ്പെഷ്യൽ ഫീലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫീലാ നമ്മുടെ മെയിൻ. അതെ, കുറ്റാക്കൂട്ടിൽ ഒറ്റക്കമ്മായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സങ്കടമൊക്കെ. ഓ ഇപ്പൊ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ലഡു കഴിക്കണം. അതാണ് ലഡു വേണം. നമുക്ക് ഉണ്ണിച്ചേട്ടനോട് ചോദിക്കട്ടെ. ഉണ്ണിച്ചേട്ടൻ എല്ലാം മനസ്സിലായോ വരികളൊക്കെ? ഞാൻ ഇൻഫാക്ട് ഇതുവരെ കേട്ടതിൽ ഏറ്റവും നല്ല ലിറിക്സ് ഇതായിരുന്നു. ലഡു വേണോ? മിണ്ടാതിരുന്നോ? ഒരു ലഡു തരാം. ലഡു തന്ന് വായടക്കാനായിരുന്നു. മോളെ ക്യൂട്ടായിരുന്നു കേട്ടോ, ഗംഭീരമായി. ഭയങ്കര ഇഷ്ടമായി. എന്താ മൂവ്മെന്റ്സ് ഒക്കെ ഗംഭീരായിരുന്നു. ഡാൻസ് ആ ലിറിക്സ് ആണ് ശരിക്കും മനസ്സിലായത്. മീനൂട്ടിക്കും എനിക്ക് വേണേ ശരിക്കും മനസ്സിലായത്. പക്ഷെ ആര്യക്കുട്ടിക്ക് എന്തോ സംശയം ഉണ്ടത്രേ. ഒന്ന് പറഞ്ഞു കൊടുക്കോ, ഒന്ന് പാടി കൊടുക്കോ. അത് എന്തോ ഇതിലോ ഒന്ന് സംശയം ഉണ്ടല്ലോ. എനിക്ക് ആദ്യത്തെ വരി തൊട്ട് സംശയ. ഒന്ന് പറഞ്ഞു കൊടുക്കൂ, ഏതാണ്? അയ്യോ അമ്മായി വിണ്ണുവന്നപ്പോ വെള്ളമില്ലാതായി. അമ്മായി അമ്മയ്ക്ക് കോവ വന്നല്ലോ. ഞാൻ എന്നു നോക്കുമ്പോഴോ ആയിരുന്നു സമരം. അറിയുന്നു സമ്മര. അതൊന്ന് പറഞ്ഞു കൊടുക്കൂ. അതൊന്ന് ശരിക്കും പാടി കൊടുക്കൂ. ആയിരിക്കും അറിയില്ല അത്. പാടി സമരം അറിയുന്നു സമരം സമരം. അതാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതാ പറ്റിയത്. അമ്മ മൊത്തം പ്രോംപ്റ്റിംഗാ. മറ്റേ AI-ക്ക് നമ്മള് പ്രോംപ്റ്റ് കൊടുക്കൂല. അതുപോലെ ആക്ഷനാ. അമ്മയുടെ പ്രോംപ്റ്റിൽ ഇങ്ങനെ അമ്മയെ നോക്കിക്കൊണ്ടാ പാടുക ഫുൾ ടൈം. അതെന്താ കമ്പനി ഈ ക്യാമറ നോക്കാത്ത? ശരിയാക്കോ? ആണോ? ക്യാമറയിലായിരുന്നു നോക്കിയത്? അന്ന് നമുക്ക് തെറ്റിപ്പോയതായിരിക്കും. നമുക്ക് തെറ്റിപ്പോയതാ. അമ്മയുടെ അടുത്താണെന്നേ ഉണ്ട്. നോക്കിയില്ല. കമ്പനി കള്ളം പറയില്ലേ? അത് കള്ളല്ലേ? ഞാൻ കണ്ട്. മീനൂട്ടി, ഞാൻ അടുത്ത പ്രാവശ്യം കൺമണി പാടുമ്പോഴേ നമുക്ക് ഈ കുതിരക്കൊക്കെ കെട്ടിക്കൊടുക്കും. ഇങ്ങനെ ഒരു സാധനം വെച്ചു കൊടുക്കാം. നേരെ നോക്കാം. അതെങ്ങനെയുണ്ട്? ഇവിടെ ഒരു സാധനം വെക്കാം. അപ്പൊ നമുക്ക് ക്യാമറ മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ. വേണ്ട അതൊന്നും വെക്കണ്ട കേട്ടോ. എന്നാ അമ്മ ഇവിടെ നമുക്ക് പുറത്ത് കൊണ്ടുപോയാലോ? വേണ്ട, അമ്മ ഇവിടെ ഇരിക്കണം. അതെ, അതൊരു ചടങ്ങ്. അങ്ങോട്ട് നോക്കി പാടുന്ന പ്രശ്നമാണല്ലോ. മിടുക്കിയാട്ടോ എന്തായാലും കമ്മണി. മിടുക്കിയാണ്. ഭയങ്കര ക്യൂട്ടാ. പക്ഷെ കാണാനും കേൾക്കാനും. കാണാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി. കാണാൻ ഭയങ്കര ചുന്ദരിയാണോ? മാത്രല്ല ഇത്രയും വരി പഠിച്ചില്ലേ? കഥ പോലത്തെ ഈ പാട്ട് മുഴുവൻ പഠിച്ചു വന്നു. മിടുക്കി. ക്രിസ്മസിന് ഒരു ഗിഫ്റ്റ് തന്നില്ലേ? ഇല്ലാത്ത ദിവസം. എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കുഞ്ഞു വീട്. അതെവിടെയാ? അതെന്റെ വീട്ടിലുണ്ട്.
അത് ഗ്ലിപ്സി ആന്റിക്ക് വേണം, ഗ്ലിപ്സി ആന്റിക്ക് അച്ഛൻ ഉണ്ടാക്കണം. അതൊന്ന് തിരിച്ചു കൊണ്ട് കൊടുക്കുക. അതാ അത് ഗ്ലിപ്സി ആന്റിയുടെ ആയിരുന്നു അത്. അല്ല, പിന്നെ ആന്റി വേണമെന്ന് പറയുവാണോ? അതെന്തിനാ? ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷെ അതെന്തിനാ അത് തിരിച്ചു തരുന്നേ? എന്റെ കച്ചറ ഉണ്ടാക്കിയിട്ട് ഈ കച്ചറ ഉണ്ടാക്കിട്ടെ സഹിക്കാൻ പറ്റുന്നില്ല ആന്റി. അതുകൊണ്ട് അങ്ങനെ കമ്മണി ഞാൻ പടങ്ങിയേ. എനിക്ക് തന്നില്ലല്ലോ ഗിഫ്റ്റ്. അതെങ്ങനെ ആരി ചേച്ചിക്ക് മാത്രം ഗിഫ്റ്റ്? എന്തേ വന്നില്ലാന്ന് ചോദിക്ക് ക്രിസ്മസിന്. ഞാൻ പിന്നെ വന്നല്ലോ, ഇപ്പോഴുണ്ടല്ലോ. ഇപ്പൊ വേണമെങ്കിലും ഗിഫ്റ്റ് തരാലോ. ലഡു വരോ? ലഡു പോരെ. സന്തോഷായി. ലഡു വരട്ടെ, ലഡു. താരമായി തിങ്കളായി മിന്നി മിന്നി വന്ന മിന്നാ മിന്നി തൂവലായി പാറിടാം മെല്ലെ മെല്ലെ എന്നുമേ ഡാലിയ പൂക്കളെ മമ്മി വന്നൊഴിഞ്ഞൊരീറൻ കാറ്റിൻ പാട്ടിലും പെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു കമ്മണിക്കുട്ടാ. മൈ പ്ലഷർ. അപ്പൊ തിരിച്ച് നമ്മുടെ സമ്മാനം. അതെ, പോരട്ടെങ്ങനെ ഒരു മധുര മഴ നമ്മുടെ കമ്മണിക്കുട്ടിക്ക്. ചാച്ചാ. ബൈ.